പഠിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ മുദരിസായിട്ടൊക്കെ ഇറങ്ങിയ ബഹുമാനപ്പെട്ട സുബൈർ സയ്യിദ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് 2 വാക്ക് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സയ്യിദുമാരെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റതല്ല. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വിളിച്ചപ്പോൾ തീർത്തും നിരാകരിക്കാൻ കഴിയില്ല എന്ന നിലക്ക് മാത്രം എഴുന്നേറ്റതാണ്. ഈ സന്ദർഭം എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും അറിയിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പ്രദേശത്ത് എന്നെപ്പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും താലിമീങ്ങളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ശിക്ഷണത്തിൽ ഞങ്ങളിവിടെ എട്ടും പൊട്ടും തിരിയാത്തവരായി കഴിയുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് അന്നവും വെള്ളവും മറ്റെല്ലാ സൗകര്യങ്ങളും നൽകി എല്ലാ വിധേനയും ഞങ്ങളെ പിന്തുണച്ച് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരോട്, ഞങ്ങളുടെ കൊച്ചനുജന്മാരോട് നന്ദി പറയാൻ ഈ അവസരം ഇത്തരമൊരു വേദി കിട്ടിയപ്പോൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ പൊന്നുപോലെ നോക്കി ഉസ്താദിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് ഉസ്താദിൻ്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ ഉപ്പമാർ, ഉമ്മമാർ എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ, അതുപോലെ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ഞങ്ങളുടെ ഉപ്പമാരിൽ പലവരും, ഞങ്ങളുടെ ഉമ്മമാരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവർ ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്നു. അല്ലാഹു തആല ഇതിൻ്റെ എല്ലാ മിസ്ല സവാബും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ മുതഅല്ലിമായും അതുപോലെ കുറച്ചു കാലം മുഅദ്ദിനായും മറ്റുമൊക്കെ മുഅല്ലിമായും ഒക്കെ സേവനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് PS അഷ്റഫ് ഫൈസി, അദ്ദേഹത്തെയും ഞാൻ ഈ സമയത്ത് സ്മരിക്കുന്നു. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷപൂർണ്ണമാക്കി കൊടുക്കട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, എല്ലാവിധ ശുക്റും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ പരിപാടി സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജിഫിരി തങ്ങൾ പാണ്ടി അവർകൾ ഇവിടെയുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കുറിച്ച് ധാരാളം നമ്മൾ കേട്ടു. മോനെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ നല്ല പൊരുത്തത്തോടുകൂടെ ഉസ്താദിൻ്റെ അടുത്ത് ദർസ് പഠിച്ചവർ, അവരൊക്കെ അവരുടെ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഉസ്താദ് അവറുകളുടെ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദിനോട് നല്ല സ്നേഹത്തോടുകൂടെ പൊരുത്തത്തോടുകൂടെ ഇൽമ് പഠിക്കാൻ ആകാത്തവർ, അത് പഠനം കഴിഞ്ഞ് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് പഠനം കഴിഞ്ഞ് ബിരുദെടുത്ത ആളാണെങ്കിലും അവരൊക്കെ
ഈമാനികമായി വരെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വരെ മാറി നിന്ന് ചിന്തിക്കുന്ന ആളുകളടക്കമുണ്ട്. കാരണം ഹബീബുൽ ബറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഒരു അധ്യക്ഷ പ്രസംഗം 2 മിനിറ്റ് അത്രേ ഉള്ളൂ ഇൻഷാ അല്ലാഹ്. മോനെ ആ കുട്ടികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠശാലയിൽ നിന്ന് തുടങ്ങി അത് അനശ്വദ്ധം അനവരതം തുടർന്നു വന്ന ഒരു പാരമ്പര്യമാണ് ദർസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദർസിനിക്ക് വലിയ മഹത്വമുണ്ട്. നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ എന്ന് പറഞ്ഞാൽ ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്ത് ജീവിക്കാൻ പാടുള്ളൂ. ഒന്നിരിക്കൽ അവൻ ആലിമാകണം, അല്ലെങ്കിൽ അവൻ മുതഅല്ലിമാകണം, അല്ലെങ്കിൽ അവനെ ശ്രദ്ധിച്ച് കേൾക്കുന്നവനാകണം, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവനാകണം. അപ്പം ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫലാ തുകുൻ ഖാമിസ, 5ാമത്തെ ആളാകാൻ പാടില്ല. ഈ 4ൽ മാത്രം ഒതുങ്ങുന്നവരാകണം. അതുകൊണ്ടാണല്ലോ ഹബീബുൽ ബറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പകർന്നു തന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പാരമ്പര്യം അതിലും നമുക്ക് കാണാം. നേരത്തെ ഇബ്ലീസിന്റെ കഥ പറഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സമാപിച്ച ആദം നബി മുതലുള്ള ഈ പ്രവാചക ശൃംഖല അതിനിക്ക് തിരികൊളുത്തിയ ആദ്യം തുടക്കം കുടിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. ആ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വലിയ പദവി കൊടുത്തു. എന്താണ് പദവി? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആദരിച്ചത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്റ്റാറ്റസ് ആകുന്ന അറിവ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ സവിസ്തരമായി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിൻ്റെ ഇൽമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി മുതൽ അന്ത്യദിനം വരെ വരുന്ന സർവ്വതിൻ്റെയും ആ പേരുകൾ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അത് ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ളതും അതിനുശേഷമുള്ളതും അന്ത്യദിനം വരെ വരുന്ന സർവ്വതിൻ്റെയും എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പേര് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോ അതിന് നന്ദിയായിട്ട് അതാ ആദം നബി അലൈഹി സ്വലാമിനിക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇദ് ഖുൽനാ ലിൽ മലായികതി, മലക്കുകളോട് നമ്മൾ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഉസ്ജുദൂ ലി ആദമ, ആദം നബി അലൈഹി സ്വലാമിനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ആ അറിവിനിക്ക് നന്ദി എന്നോണം നിങ്ങൾ സുജൂദ് ചെയ്യണേ. ആ സമയത്ത് ഫസജുദു, മുഴുവൻ മലക്കുകളും അങ്ങ് സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഇൻഷാ അല്ലാഹ് ഇടയിൽ അറിയിക്കുന്നത് ഞാൻ നിർത്താനല്ല, നിർത്തും. പക്ഷേ സുലൈമാൻ ഉസ്താദിൻ്റെ ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ വരണം. ആരാണെന്ന് നമുക്ക് തിരിയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? ഫസജദു, അവർ മുഴുവനും സുജൂദ് ചെയ്തു. പക്ഷേ എന്തിനാ സുജൂദ് ചെയ്തത്? ആദം നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തതാണ് സർവ്വ വസ്തുക്കളുടെയും നാമങ്ങളെ, പേരുകളെ. പക്ഷേ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബർ, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അബാ, സുജൂദ് ചെയ്യാതെ മാറി നിന്നു, വിലങ്ങു നിന്നു. വസ്തക്ബറ, ആ ഇബ്ലീസ് അഹങ്കാരം കാണിച്ചു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറയാണ് അതാ വസ്തക്ബറ, സുജൂദ് ചെയ്തില്ല എന്ന് മാത്രമല്ല അഹങ്കാരം കാണിച്ചു. അതിൻ്റെ കാരണം കൊണ്ട് വക്കാന മിനൽ കാഫിരീൻ,
ഈ ഇബ്ലീസ് കാഫിരീങ്ങളിൽ പെട്ടവനായി പോയി, സത്യനിഷേധികളിൽ പെട്ടവനായി പോയി. ഇവിടെ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരാണ്. അവിടെ അല്ലാഹു തആല നാമം പഠിപ്പിച്ചു കൊടുത്തതിലൂടെ അവിടെ അല്ലാഹു തആല ഒരു ശിഷ്യ വ്യൂഹത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചെടുത്തു. ആ ഉസ്താദിനിക്ക് അവിടെ ആ ഉസ്താദിനോട് നന്ദി ചെയ്യണം, ആ ഉസ്താദിനോട് അദബ് കാണിക്കണം, ആ ഉസ്താദിനോട് ബഹുമാനത്തോടുകൂടെ പെരുമാറണം. ഇല്ലെങ്കിലോ അവർക്കല്ല കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം അല്ല പറയുകയാണ്. അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞ സുജൂദ് ചെയ്തില്ല, പോരാ സുജൂദ് ചെയ്യാതെ മാറി നിന്നു എന്ന് മാത്രമല്ല, സുജൂദ് ചെയ്യാതെ അഹങ്കരിച്ചു. അതാ ഇബ്ലീസ് പറഞ്ഞ മറ്റൊരു ആയത്തിൽ പറഞ്ഞു, അസ്ജുദു ലിമൻ ഖലഖതു തീനാ, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദം നബി അലൈഹി ഇസ്ലാമിനിക്ക് ഞാൻ സുജൂദ് ചെയ്യണോ? അതേ ഉസ്താദിനെ നിസ്സാരപ്പെടുത്തി, ഞാൻ വലിയവനാണെന്നുള്ള അതാ വാദമങ്ങ് അദ്ദേഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ കാരണം കൊണ്ട് അഹങ്കാരത്തിൻ്റെ തിക്തഫലമാണ് വകാന മിനൽ കാഫിരീൻ. അതിൻ്റെ കാരണം കൊണ്ട് ഇബ്ലീസ് അതാ കാഫിരീങ്ങളിൽ പെട്ടുപോയി. ഉസ്താദിനെ നിഷേധിക്കുന്ന, ഉസ്താദിനെ കുറവായി കാണുന്ന ഉസ്താദുമാരെ അവിടുന്ന് പരിഹസിക്കുന്ന ഓരോരുത്തർക്കും വെക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് അവരുടെ ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ള പരീക്ഷണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുത്തൊട്ടിയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, മദ്രസയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് അവരെ വാർത്തെടുത്ത് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ കുട്ടികളുടെ കാര്യത്തിൽ അനുസരണക്കേട് കാണുമ്പോൾ അവരെ ശിക്ഷിക്കുന്നു, അവരെ പനിഷ്മെന്റ് കൊടുക്കുന്നു, അവരെ നല്ല തർബിയത്തിലൂടെ വാർത്തെടുക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു അടിയങ്ങ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്ന നിലക്ക് ചെറിയൊരു പരീക്ഷണം കൊടുക്കുമ്പോ ആരാ എൻ്റെ മകനെ ആക്ഷേപിച്ചത്, ആരാ എൻ്റെ മകനെ അടിച്ചത് എന്ന് പറഞ്ഞ് നമ്മളെങ്ങാനും കുട്ടികളുടെ വശം ചേർന്നിട്ട് ഉസ്താദുമാരെ നിസ്സാരപ്പെടുത്തി അതിൻ്റെ കാരണം കൊണ്ട് അതേ ശിഷ്യനും അങ്ങനെ ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയാൽ ഇബ്ലീസ് അതേ ആവതിച്ച ഏറ്റവും വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് പെടാനത് കാരണമാണ്. ഞാൻ ഈ ശബ്ദിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയുന്നു, ഉസ്താദവരുടെ കാലഘട്ടത്തിൽ, ഉസ്താദ് ചെറുത്തട്ടിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉസ്താദിനെ നിസ്സാരമായി കണ്ട ഒരു ബിരുദധാരി ഇന്ന് വഹാബിയാൻ, സലഫിയാൻ. കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ജീവിതാതാ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉസ്താദിനെ നിസ്സാരപ്പെടുത്തിയ ആളായിരുന്നു. അല്ലാഹുവേ, ഞങ്ങൾ നീ കാത്തു സലാമത്താക്കണേ അല്ലാ. അറിവെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രകാശമാണ്, അത് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല ആരെങ്കിലും അതാ ഉദ്ദേശിക്കുകയാണെങ്കിൽ മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, വലിയ ഖൈർ അല്ലാഹ് ആർക്കെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ അവനെ അല്ലാഹ് ഇൽമു കൊടുത്ത് ആദരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടാണല്ലോ ഒരു ആലിമിന്റെ ഉറക്കിനേക്കാളും വലുതല്ല ഒരു സാധാരണക്കാരന്റെ ഇബാദത്ത്. ആ ഇബാദത്തിനേക്കാളും വലുത് ആലിമിന്റെ ഉറക്കാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദ് വല്ലാത്ത മഹത്വമുള്ള ഉസ്താദാണ്. ഞങ്ങൾക്കറിയാമല്ലോ, ഉസ്താദ് രാവിലെ എണീക്കുന്നത് 3 മണിക്കും 3:30 മണിക്കുമാണ്. എണീറ്റ് കുളിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് അവர்கள் നീണ്ട സമയം തഹജ്ജുദ് നിസ്കരിക്കുന്നു. അതിനുശേഷം സുബ്ഹിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സുബ്ഹി കഴിഞ്ഞാൽ ദീർഘനേരം ഖുർആൻ ഓതുന്നു. ശിഷ്യന്മാരായ ആളുകളോടും കൽപ്പിക്കുന്നത് ഒരു 15 മിനിറ്റ് ഖുർആൻ നിങ്ങൾ ഓതണം. അതുപോലെ 100 സ്വലാത്ത് ചൊല്ലണം, 100 അതാ ഇസ്തിഗ്ഫാർ ചൊല്ലണം, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദിന്റെ തർബിയത്ത് അങ്ങനെയാണ്. ആ നിലക്കാണ് ഉസ്താദ് വാർത്തെടുത്തിട്ടുള്ളത്. പോരാ, നിർബന്ധമായിട്ടും അതേ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നിർബന്ധം എന്താണെന്നറിയോ?
നമ്മൾ ളുഹാ നിസ്കരിക്കണം. ളുഹാ നിസ്കരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ചെറുത്തൊട്ടിയിലുള്ള മുഅ്മിനീങ്ങൾക്കറിയാമല്ലോ, ഉസ്താദ് അവർകൾ ദർസ് കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണി 8:30 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഉസ്താദിന്റെ വായിൽ പല്ലില്ല. ഒരു 2 പത്രി അങ്ങ് കഴിക്കണമെങ്കിൽ മണിക്കൂറുകൾ, ഏകദേശം 1 മണിക്കൂർ വരെ സമയം നീണ്ട രൂപത്തിലാണ്. അതങ്ങോട്ട് കഴിക്കുമ്പോ ഇടയ്ക്ക് ഉസ്താദിന്റെ തൊണ്ടയിൽ അത് കുടുങ്ങിയാൽ അങ്ങ് ചുമച്ചിട്ട് അത് പുറത്തെടുക്കും. വെള്ളം കുടിച്ചിട്ട് വീണ്ടും അങ്ങ് കഴിക്കുകയാണ്. ചെറിയ അതാ പത്രി പോലും കഴിക്കുമ്പോൾ മണിക്കൂറുകളോളമായിട്ടാണ് ഉസ്താദ് അവർകൾ ഭക്ഷണം കഴിച്ചിരുന്നത്. ആ ഉസ്താദ് അവർകൾ അതാ ദർസ് നടത്തുമ്പോൾ ക്ഷീണിതനാണ്. ആകെയുള്ള ഉസ്താദിന്റെ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നത് ചായയാണ്. അത് കൂടുതൽ അങ്ങോട്ട് ഉസ്താദ് കുടിക്കും. എന്നിട്ടാണ് രാവിലെ സുബഹിക്ക് തുടങ്ങിയ ദർസ് വൈകുന്നേരം വരെ തുടർന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ അതേ ശരീരത്തിന്റെ അവശത കാരണം ഹോസ്പിറ്റലിൽ പോയാൽ, അതുപോലെ അത്യാവശ്യത്തിന് പോയാൽ, വന്നതിന് ശേഷം അതേ നഷ്ടപ്പെട്ട ക്ലാസ് വീണ്ടും അതെടുത്തിട്ട് ഖളാ വീട്ടുന്നു. ആ നിലക്കാണ് ഉസ്താദിന്റെ ജീവിതം. ഉസ്താദ് അവர்கள் ഒരു ളുഹാ നിസ്കരിക്കാൻ പോകുമ്പോ ഉസ്താദ് ഒളോടുക്കുന്നു. ഒളോടുത്തിട്ട് മുൻകൈ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പല്ലുണ്ടാകപ്പോൾ തേക്കുമ്പോൾ ഉസ്താദ് അവർക്ക് പല്ലില്ലല്ലോ, വിരൽ കൊണ്ടങ്ങോട്ട് തേക്കും. എന്നിട്ട് നന്നായിട്ട് ഉളു അങ്ങെടുക്കും. ഉളു എടുത്തിട്ട് നേരെ ഉസ്താദ് റൂമിൽ വന്നിട്ട് അങ്ങോട്ട് നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്നത് പോയിട്ട് ഫർള് പോലും നിസ്കരിക്കുന്നത് തലയങ്ങ് മറക്കുമ്പോൾ ഒരു തോർത്തങ്ങോട്ടിടും. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഉസ്താദ് അങ്ങനെയല്ല. റൂമിൽ കയറിയിട്ട് വസ്ത്രം നന്നായിട്ട് ഉസ്താദ് അവர்கள் ധരിക്കും. എന്നിട്ട് നന്നായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് തലയെ കെട്ടുകെട്ടും. ചെറിയ ഒരു തോർത്ത് മുണ്ടങ്ങ് കയ്യിൽ പിടിക്കും. സാധാരണ എവിടേക്ക് പോകുമ്പോഴും ഉസ്താദിന്റെ രീതിയാണ്. ആ നിലക്ക് നല്ല ഭക്തിയോടുകൂടിയാണ് 4 റക്അത്ത് ഉസ്താദ് ളുഹാ നിസ്കരിക്കുന്നത്, മറ്റുള്ള സുന്നത്തുകളും നിസ്കരിക്കുന്നത്. ആ നിലയിലാണ് ഉസ്താദിന്റെ സൂക്ഷ്മത. വല്ലാത്ത സൂക്ഷ്മത തന്നെ. അല്ലാഹുവേ, നീ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, ശറഫ് വർദ്ധിപ്പിക്കണേ അല്ലാ. ഉസ്താദ് അവരുടെ ബർക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാ. ഞാനങ്ങ് അതാ കോളേജിൽ പോയ സമയത്ത്, മർക്കസ് പോയ സമയത്ത് എനിക്ക് ഇന്റർവ്യൂവിന് വന്നിരുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട മുദരിസരായിരുന്ന സി ഫൈസി ഉസ്താദാണ്. ആ സമയത്ത് ഉസ്താദ് അവരുടെ ലെറ്ററുണ്ട് എല്ലാ ശിഷ്യന്മാർക്കും. ഉസ്താദിന്റെ ലെറ്റർ വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. ഉസ്താദിന്റെ അറബി പ്രയോഗങ്ങളും എഴുത്തുകളും കണ്ടിട്ട് അതായത് ഈ ഉസ്താദ് അവர்கள் കുറെ നേരം നോക്കി നിന്നു. എന്നിട്ട് എന്നെ വിളിച്ചു, ആരാണ് ഈ എഴുതിയ ഈ ലെറ്റർ കൊണ്ടുവന്ന ശിഷ്യൻ? ഞാനങ്ങ് പോയി. ആ സമയത്ത് അതേ വലിയ വലിയ പ്രബുദ്ധരായ ഉസ്താദുമാരുടെ ശിഷ്യന്മാരെവിടെയുണ്ട്. ആ സമയത്ത് അതേ ജമ്മുൽ ജവാമിയിൽപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു, കറാഹത്തും ഹറാമും തമ്മിലുള്ള ഫർക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ, ഹറാമിനിക്കുള്ള ഹറാമാകണമെങ്കിൽ അവിടുന്നതാ അതേ നേർക്ക് നേരെയുള്ള കൽപ്പന വേണം എന്നില്ല. എന്നാൽ കറാഹത്തിനിക്ക് നേർക്ക് നേരെയുള്ള കൽപ്പന പ്രയോഗം വേണം. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഇത് തമ്മിലുള്ള ഫർക്ക് ജമ്മുൽ ജവാമിയിൽ നീണ്ട രൂപത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ 2 ഫർക്കും അത് പെട്ടെന്നാർക്കും തിരിയൂല. അതുകൊണ്ട് ഉസ്താദ് അവர்கள் അവിടെ നിന്ന് ചോദിച്ചു, ഹറാമും കറാത്തും തമ്മിലുള്ള അതിൻ്റെ ദലീലിന്റെ ഫർക്ക് എന്താ? ആ സമയത്ത് ഉസ്താദ് അവர்கள் നിരന്തരം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതാണല്ലോ, ക്ലാസ് അങ്ങനെയാണല്ലോ. നേരത്തെ സുലൈമാൻ സാജി ഉസ്താദ് പറഞ്ഞതുപോലെ ഏത് സംസാരം തിരിഞ്ഞിട്ടില്ലെങ്കിലും കിതാബ് അങ്ങ് ദർസ് നടത്തുമ്പോൾ അള്ളാന്റെ ഔദാര്യമാണ്. അത് നന്നായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള കഴിവും സ്ഫുടതയും ഉസ്താദിന്റെ വാക്കിനെക്കൊണ്ട് അള്ളാഹ് കൊടുത്ത വലിയ ഫളിലാണ് കേട്ടോ. ആ ഉസ്താദ് അവர்கள் ക്ലാസ് എടുക്കുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാനങ്ങ് ഈ 2ന്റെയും തമ്മിലുള്ള വ്യത്യാസം
വിലാസമങ്ങ് പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയ ആ പരീക്ഷയുടെ പേപ്പർ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അതേ മഹല്ലിയുടെ 4-ാം ഭാഗവും അതുപോലെ ജമ്മുൽ ജവാമിന്റെ 2-ാമത്തെ ഭാഗത്തിന്റെ അവസാനം വായിപ്പിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ഉസ്താദ് ആരാണ്? വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി, വല്ലാത്ത അതേ ഉസ്താദിനോട് ഞങ്ങൾക്ക് അനുകമ്പം തോന്നിപ്പോയി. അവിടെ നിന്ന് ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഒഴിവാക്കി വിട്ടിട്ടും ഞങ്ങളെ അതേ ആദ്യ പടിയിൽ തന്നെ ഞങ്ങളെ കയറ്റി നിർത്തി. ഞങ്ങൾ പറയുന്നത് ഞങ്ങളൊന്നുമല്ലെങ്കിലും ഉസ്താദിന്റെ ഇൽമ് വല്ലാത്ത ഇൽമ് തന്നെ. അല്ലാഹുവേ, ആ ഉസ്താദ് അവരുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ വല്ലാത്ത സന്തോഷം എന്താണ്? വിശന്ന് അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ നല്ല ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ആർത്തിയോടെ വയറ് നിറച്ചു തിന്നും. അതുകൊണ്ടാണല്ലോ മഹാന്മാർ പറഞ്ഞത്, വിഷമിച്ചവരോട് വിശപ്പുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കണ്ട. കാരണം വിശപ്പുള്ളവർ ധാരാളം കഴിക്കും, പക്ഷേ എത്ര വിശപ്പുണ്ടായാലും ഉസ്താദ് അവർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ദുനിയാവിൻ്റെ മറ്റു സുഖങ്ങളുണ്ട്, ഞാനത് പറയുന്നില്ല. അത് പറയുമ്പോൾ പലർക്കും വിഷമം വരും, അതുകൊണ്ട് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ നിലക്ക് ദുനിയാവിൻ്റെ സുഖം അവിടുന്ന് ഉസ്താദവർക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുവേ, നീ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഉസ്താദവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടുത്തെ പരിപാടി കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. നിങ്ങളെ സോപ്പിടുകയല്ല, കാരണം ഞാൻ ഇവിടുത്തെ ഖത്തീബല്ല, ഞാനിവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കേണ്ട ആളല്ല. എന്നാലും സത്യം ഞാൻ പറയട്ടെ, ഈ സ്ഥലത്ത് ഉസ്താദ് അവരുടെ പരിപാടി അങ്ങ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ അതേ ഏതൊരു ഉസ്താദിൻ്റെ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂട്ടിയ പരിപാടികൾക്കപ്പുറം കൂടുതൽ എവിടെയും ഉണ്ടാകാറില്ല. എന്നാൽ ചെറുത്തട്ടിയുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അൽഹംദുലില്ലാഹ്, സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ ഒരുപാട് മീറ്റിങ്ങുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര അധികം അതേ സ്വാഗത സംഘത്തിന് കൂടി അത്ര അധികം ആളുകളെ ഞാനിവിടെ കണ്ടിട്ടില്ല. വല്ലാത്ത സന്തോഷം. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഷാഫി ഫൈസി ഉസ്താദ് അടക്കം, അതുപോലെ ഇബ്രാഹിം മദനി, അതേ പമ്മല അടക്കം, അതുപോലെ അബ്ദുറഹ്മാൻ ഫൈസി അടക്കം, സുലൈമാൻ സൈദി അടക്കം ഒരുപാട് ആളുകളുണ്ട്. അഷ്റഫ് ഫൈസി അടക്കമുള്ള ആളുകൾ ഒരുപാടുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആവേശത്തോടുകൂടെ ഇവിടുത്തെ ചെറുപ്പക്കാര് കടന്നു വന്നു. ഇവിടുത്തെ അതേ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളിലും രാഷ്ട്രീയത്തിലുമുള്ള ആളുകൾ കടന്നു വന്നു. ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരും കടന്നു വന്നു. കമ്മിറ്റി ഭാരവാഹികൾ വന്നു. ഈ നാട്ടിലെ പലരും വന്നു. ഈ പരിപാടി നടക്കുമ്പോൾ ഉസ്താദിന്റെ പരിപാടിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് ശിഷ്യന്മാരല്ല, ഈ നാട്ടിലെ പ്രവാസികളായ ആളുകളാണ്. ആ നിരക്ക് പ്രവാസികളായ ആളുകൾ ഭക്ഷണം ഏറ്റെടുത്തപ്പോൾ ഇവിടുത്തെ പ്രചണ്ഡ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഇത് സാധാരണഗതിയിൽ മറ്റുള്ള നാടുകളിൽ കാണാത്ത വിധം ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ച മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകി സ്നേഹിച്ചതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹ് തന്ന അനുഗ്രഹമാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇതുവരെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ നിലക്കും ഖൈറും ബറക്കത്തും നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഇവിടുത്തെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ എല്ലാവർക്കും ഭക്ഷണം തന്ന ഉമ്മമാരിൽ നിന്നും അതുപോലെ വാപ്പമാരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പലരും ഖബറിലാണ്. അല്ലാഹുവേ, ഈ നാട്ടിൽ ഞങ്ങൾ ഈ നിലക്ക് സന്തോഷിക്കുന്ന ഈ സന്തോഷം അവരുടെ ഖബറിലേക്കും നീ നൽകണേ അല്ലാഹ്. ഖബർ നീ സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നീ നൽകണേ അല്ലാഹ്. ഖബർ നീ സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാട്ടിൽ കാലങ്ങളോളം ദർസിനെ ഇൽമിനെ സ്നേഹിച്ചവരാണ്.
ഈ നാട്ടിൽ ഇൽമിന്റെ വലിയ പുരോഗതി ഈ നാട്ടിൽ ഇനിയും നീ കൊണ്ടുവരണേ അല്ലാ. ഞങ്ങൾ സാധുക്കളാ, അറിവ് കുറഞ്ഞവരാണ്, വിവരം തീരെ കുറഞ്ഞവരാണ്, അമല് തീരെ കുറഞ്ഞവരാണ്. പക്ഷേ ഞങ്ങളുടെ ഉസ്താദുമാര് പഠിപ്പിച്ച ആ നിലപാടിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പിന്മാറാൻ തയ്യാറില്ലാത്ത വിധം ആ ഉസ്താദുമാരെ വളരെയധികം മകമഴിഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ സ്നേഹം ധ്യാനിച്ചു നടക്കുന്നവരാ. അല്ലാഹുവേ, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമു നീ നാഫിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ ദൂരീകരിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ നീ വലിയ പുരോഗതി നൽകണേ അല്ലാ. ഞങ്ങളുടെ തഅല്ലുമ തഅലീമ തദ്രീസ് മുത്വാല നസീഹത്തി ഇലാജിലെല്ലാം നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ഉസ്താദ് പഠിപ്പിക്കുന്ന സമയത്ത് നല്ലോണം അടികൊണ്ടവരുണ്ട്, അവർക്ക് നീ വലിയ ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ഉസ്താദിന് ധാരാളം ഖിദ്മത്ത് ചെയ്തവരെൻ്റെ മുന്നിലുണ്ട്. ഡ്രസ്സലക്കി കൊടുത്ത്, ഇസ്ത്രി ഇട്ട് കൊടുത്ത് ഉസ്താദിനോട് സപ്പോർട്ട് ചെയ്ത പലരും ഇവിടെയുണ്ട്. അവർക്കെല്ലാം വലിയ ബർക്കത്ത് നീ നൽകിയിട്ടുണ്ട്. ഞങ്ങളോടും ഉസ്താദിന് വല്ലാത്ത സ്നേഹമായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ആശയാണെങ്കിലും ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ വലിയ ബർക്കത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ബർക്കത്ത് നീ ഏറ്റി തരണേ അല്ലാ. ഇൽമിനെ സ്നേഹിച്ചു, ആലിമീങ്ങളെ സ്നേഹിച്ചു, ഉസ്താദവറുകളെ സ്നേഹിച്ചു ഈ നാട്ടിൽ മഹത്തായ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഈ നാട്ടിൻ്റെ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഈ നാട്ടിൽ പ്രവർത്തിച്ച ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഓടി നടന്നവർ, അല്ലാ ഞങ്ങളെ കണ്ടിട്ടല്ല, ആ ഉസ്താദവറുകളെ സ്നേഹിച്ചുകൊണ്ടാണ് നീ ആലിമീങ്ങൾക്ക് നാളെ ശഫാഅത്തുണ്ടെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉസ്താദവറുകൾ അടക്കമുള്ള മുഴുവൻ ആലിമീങ്ങളുടെ ശഫാഅത്ത് ഏറ്റുവാങ്ങി നരകത്തിന്റെ ഒരു സെക്കൻഡ് ശിക്ഷ പോലും ഏറ്റുവാങ്ങാതെ സ്വർഗത്തിൽ കടക്കാൻ നീ ഞങ്ങൾക്കും അവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാരുണ്ട്, അവർക്ക് പറയാനുള്ളത് ആദം ഉസ്താദിന്റെ ആണ്ടാണ്. വല്ലാത്ത സ്നേഹത്തോടു കൂടിയാണ് അവർ വരുന്നത്. പ്രാഥമിക സൗകര്യങ്ങൾ പോലും അവർക്ക് മേലെയില്ല, അപ്പുറത്തില്ല, എന്നാലും സ്നേഹിച്ചു കൊണ്ടുവന്നവരാണ്. ആരെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, ആരെയും നീ ഹായിബാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ അല്ലാ. ബിഹഖി ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ വബിഹുഖൂഖി അസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ വബിഹുഖൂഖി അഹ്ലി ബൈത്തി സയ്യിദിനാ മുഹമ്മദിൻ വബിഹുഖൂഖി അഹ്ലി ബൈത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് മജ്ലിസുകളിൽ നേതൃത്വം നൽകും ജിഫ്രി തങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ എല്ലാവരും മജ്ലിസിലേക്ക് കടന്നു വരണം. അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഒരു 4 വരി ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നീങ്ങുന്നു. എല്ലാവരും അവിടെ തന്നെ എണീറ്റ് നിൽക്കണം, ആരും മുമ്പോട്ട് വരണ്ട. വന്നാൽ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ അത് പ്രശ്നത്തിലാകും. അവിടെ തന്നെ എണീറ്റ് നിന്ന് ഉറക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ 4 വരി മദ്ഹ് ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. മക്കളെ, നബിതങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്ത് കൊണ്ട് ശബ്ദമുയർത്തിയാൽ ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്ന് പറയുന്ന ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറഞ്ഞു, സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രതിഫലം ഒന്ന് വേറെയാണ്, സ്വലാത്ത് കൊണ്ട് ശബ്ദമുയർത്തുന്നതിൻ്റെ പ്രതിഫലം ഒന്ന് വേറെയാണ്. ചില ആളുകൾ ചോദിക്കും, എന്തിനാ റബീഉൽ അവ്വലിൽ യാ നബി സലാം അലൈക്കും എന്ന് പറഞ്ഞ് തൊണ്ട വെട്ടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനാണ്? 2 പ്രതിഫലം, ഒന്ന് സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം, മറ്റൊന്ന് സ്വലാത്ത് കൊണ്ട് ശബ്ദമുയർത്തിയതിൻ്റെ പ്രതിഫലം. അതുകൊണ്ട് എന്ത് വേണം? ഉറക്കെ നബി തങ്ങളുടെ മദ്ഹ് 4 വരി നമുക്ക് ഉറക്കെ ചൊല്ലണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഉറക്കെ ചൊല്ലൂലേ? ആരും പറയുന്നില്ലല്ലോ, എല്ലാവരും ഉറക്കെ ചൊല്ലൂലേ?
അല്ലാഹു തആല നബി തങ്ങളുടെ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു ആദിയൗവൽ മഹിതരായി പാച്ചുവച്ച മുഹമ്മദാ. ബദ്രിലും ബദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. അസ്സലാത്തു വസ്സലാമു മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴും സുനമേ. ഇഷ്കറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടും നീവർ ആശയായി. ആഗ്രഹങ്ങളാലേറെയുണ്ട് കുപ്പചാരേ ചൊന്നിടാൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ പാപമാലെ കറുത്തുപോയൊരു കൽബം കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ അലൈക യാ ഹബീബല്ലാഹ്. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേക്ക് റബ്ബനാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മഹ്ശറ മണ്ണിൽ എത്തും നേരത്ത് കൈവേടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരീതി.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു ഹൗലിൻ പാനറും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിന്റെ ഹുർമത്ത് കൊണ്ട് ഞങ്ങളൊന്നുമല്ലെങ്കിലും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുണ്ട്, തീർത്തു തരണേ അല്ലാഹ്. ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്, നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോ മുഅ്മിനീങ്ങളുടെയും സർവ്വ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. ബിഹഖ് ഹബീബിനൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മുഅ്മിനീങ്ങളും അവിടെ തന്നെ ഇരിക്കണം ഇൻഷാ അല്ലാഹ്. ദുആ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം ഇവിടെ തന്നെ സദസ്സിൽ തന്നെ വിതരണം ചെയ്യും. ആ സദസ്സിൽ നിന്ന് ഭക്ഷണം കിട്ടിയതിന് ശേഷം എല്ലാവരും എണീറ്റ് വന്ന് മുസാഫാത്ത് ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ.